ലഹരിയുടെ വേരറുക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുൻപേ 3910 കേസുകളാണ് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത്. ലഹരി മാഫിയെ പൂട്ടാൻ ദക്ഷിണേന്ത്യൻ സഖ്യം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 2-ന്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 3910 കേസുകൾ. കേസുകളിലാകെ 4201 അറസ്റ്റുകൾ. ഇതുവരെ പിടിച്ചെടുത്തത് 1932.44 കിലോഗ്രാം MDMA, കഞ്ചാവ് 339.01 കിലോഗ്രാം. കഴിഞ്ഞ ഒരു ദിവസം മാത്രം 120 കേസുകളിൽ നിന്നായി 131 പേരെ അറസ്റ്റ് ചെയ്തു. പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരിറക്കാനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. രമേശ് ചെന്നിത്തല ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ 24-നും അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മഹാലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ SKN40 ലഹരി വിരുദ്ധ യാത്ര ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്ക് കാരണമായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. SKN നടത്തിയ പോരാട്ടം നമുക്കെല്ലാവർക്കും മാതൃകയായി. ആ പോരാട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി ആലോചിച്ചത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ നാടിനെ തകർക്കുന്ന ലഹരിക്കെതിരായി ഒരുമിച്ച് നിൽക്കണം. സംസ്ഥാനത്തെ ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് മുക്തമാക്കുന്നതിനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരിറക്കാനും കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളുമായി സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് ഇതിനോടകം തന്നെ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരി മാഫിയെ അമർച്ച ചെയ്യുന്നതിനായി കേരള എക്സൈസ് വകുപ്പ് ഊർജിതമായി നടപ്പാക്കി വരുന്ന പ്രത്യേക പരിശോധനയും ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായ ഓപ്പറേഷൻ തണ്ടറും ഇതിനോടകം തന്നെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.